ഈ ഒരു ബിസിനസ്സിൽ നിങ്ങളിപ്പം ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ ആൾക്കാരായിട്ടും ഡീൽ ചെയ്യുന്നുണ്ട്, വലിയ വലിയ കച്ചവടങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് അവർ ചിലർ ബ്ലാക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പർട്ടി വാങ്ങുന്നത് തന്നെ. ബ്ലാക്കും വൈറ്റും ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. ഇക്കയും അങ്ങനെയും ബിസിനസ് ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷേ ഒരു കാലത്തുണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും വൈറ്റിലേക്ക് വന്നു. അതൊരു പക്ഷേ ഇപ്പൊ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഇപ്പൊ അതിനു മുമ്പ് അങ്ങനത്തെ ഡീലുകളൊക്കെ ഉണ്ടായിരുന്നു. ക്യാഷ് ആയിരുന്നല്ലോ അന്നൊക്കെ. അത് സാധാരണ രീതിയിൽ അന്ന് നടക്കുമായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് വാല്യുവേഷനിൽ അത്രയല്ലേ നമ്മൾ പിന്നെ ചെക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഗവൺമെന്റ് മാറ്റി അവിടെയൊക്കെ ഓരോരോ പിന്നെ സർവേ നമ്പറിലും എല്ലാം അതൊക്കെ മാറി മാറി വന്നല്ലോ. ഇപ്പോൾ അതൊക്കെ ഒറിജിനൽ വൈറ്റ് മണി തന്നെ ഇപ്പോൾ MG റോഡിൽ തന്നെ പിന്നെ 48 ലക്ഷം റുപ്യ 50 ലക്ഷം റുപ്യൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അത് വന്നപ്പോൾ പിന്നെ ആ എമൗണ്ട് നമ്മൾ വൈറ്റ് തന്നെ കൊടുക്കണമല്ലോ, നിർബന്ധമാണല്ലോ, അത് ചെക്ക് കൊടുക്കണമല്ലോ. അതെ, അതുകൊണ്ട് തന്നെ കുറെ ബിസിനസ് പോയിട്ടുണ്ടാവില്ലേ എടുക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് രമ്യനോട് പറയുകയാണെങ്കിൽ ഇതും കൂടി പറയട്ടോ, ഒരു കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകിയിരുന്ന പൈസ ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാർക്ക്, ഇപ്പോൾ രമ്യക്ക് അറിയാലോ, ഫ്ലാറ്റുകൾ 10, 54, 55, 56, 60ഓളം പിന്നെ പ്രൊജക്റ്റുകൾ ഓൺ ഗോയിങ് ആണ് ദുബായ് സിറ്റിൻ്റെ ഉള്ളിൽ മാത്രം. ഷാർജ അബുദാബിയൊക്കെ ഒഴിവാക്കിയിട്ട്, ഫ്യൂജറിയും ഇതൊക്കെ ഒഴിവാക്കി ഈ 196, 120 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് തമ്പടിക്കുന്നൊരു സ്ഥലമാണ് ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം. എത്ര ആളാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ മലയാളികളും കർണാടകക്കാരും ഗുജറാത്തുകാരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പൈസ കൊണ്ടിട്ട് അവിടെ താമസം തുടങ്ങുക. കാലം മാറില്ല പെട്ടെന്ന്. ഇനി അതെങ്ങനെ വരും? ഇനി അത് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഒരു കാലം ഇങ്ങോട്ടായിരുന്നല്ലോ നമ്മളൊക്കെ അയച്ചിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചിട്ട് അവിടെ ഫ്ലാറ്റ് എടുത്ത് സെറ്റിലാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതങ്ങനെ മാറി മറിഞ്ഞ് വരും. റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ അവിടെ ഉഷാറാണ് ദുബായിൽ. എന്തിനാണ് ഇവിടെ തന്നെ തുടങ്ങിയ ഒരാൾ ഇവിടെ അത്യാവശ്യം നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തു, നല്ല നല്ല കച്ചവടങ്ങൾ ചെയ്യുന്നു. അപ്പം ഇക്കയ്ക്കും വളരണം, എല്ലാവരും വളരാൻ വേണ്ടിയിട്ടാണല്ലോ. ആ ഒരു വളർച്ച മുന്നിൽ കണ്ടതുകൊണ്ടാണോ ഇക്കയും വിദേശത്തേക്ക് ചേക്കേറിയത്? നമ്മുടെ ഇപ്പോൾ ഈ 2002 അന്നത്തെ കാലത്ത് ആർക്ക് കച്ചവടം ചെയ്യണമെങ്കിലും അവരെടുക്കണോ കൊടുക്കണോ എന്ന് ചോദിക്കണമെങ്കിൽ ഒന്ന് ദുബായ് പോകണം, അവരെ കമ്പനിയിൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ. ആ കാലഘട്ടത്തിൽ നമ്മൾ വിസ ഉണ്ടാക്കിയിട്ട് അവിടെ ഇപ്പോൾ നെടുമ്പാശ്ശേരി ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എല്ലാവരും നിൽക്കുന്ന സ്ഥലം ദുബായിലാണ്, ഷാർജ, അബുദാബി. അപ്പോൾ അവിടെ പോയിട്ട് ആ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് മുതലേ ദുബായിലേക്ക് പോയി. പിന്നെ അവിടെയും തകർച്ച വന്നിട്ടുണ്ട്. അവിടെ 2009-10 തകർച്ച വന്നൊരു സ്ഥലമുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും ഇപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു 2020 ശേഷം നല്ലൊരു ഗ്രോത്താണ് ദുബായിലേക്ക് വന്നിട്ടുള്ളത്. അത് നിലനിൽക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അത് എന്തു സംഭവിക്കുക, ലോകത്തിൽ ഇപ്പോൾ പലതും പിന്നെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ട്രംപ് ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചൈന ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആണ് എല്ലാവരുടെയും ഒരു മെയിൻ ഒരു രാജ്യത്തിൻ്റെ സംഭവം, പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മണി വാല്യൂ തന്നെ ഷെയർ മാർക്കറ്റിലും ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ. അതെ, കൊമേഴ്ഷ്യലായിട്ടും റെസിഡൻസ് ഏതാണെങ്കിലും മാളാണെങ്കിലും അങ്ങനത്തെ ഒരു ഇപ്പോൾ ഖത്തർ ആയിക്കോട്ടെ, ഏത് രാജ്യം ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആണ് നമ്പർ 1. ചില ആൾക്കാർ എന്താ പറയുക, റിയൽ എസ്റ്റേറ്റിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ചെറിയ ആൾക്കാരാണെങ്കിൽ പോലും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ഡീല് വന്നു എന്ന് പറയുമ്പം അവരെങ്ങനെയും ചിലർ ഭയങ്കര മിടുക്കരാണ്, അവർ ഒറ്റയ്ക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ നോക്കും, അല്ലാതെ മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്യും. ചില ആൾക്കാർക്ക് അയ്യോ എന്നെക്കൊണ്ട് ഒറ്റയ്ക്കത് പറ്റില്ല, ഞാൻ അവിടെ ആൾക്കാരെ കൂടെ കൂട്ടും, അവിടെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വേറെ 1-2 പേര്, അപ്പം ഷെയർ അതനുസരിച്ച് അങ്ങോട്ടും ഒക്കെ സ്പ്ലിറ്റായി പോകും. എന്നാലും ചില ആൾക്കാർക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് ഇപ്പോഴും ഒരു കൂട്ടുകാർ വേണം. പൊതുവെ കാരാടൻ സുലൈമാൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് ഇക്ക എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? കൂടെ ഒരുപാട് പേര് വേണോ, അതോ ഡീലെല്ലാം നേരിട്ട് നേർക്കാണോ? ആദ്യകാലത്തെ ഇതിൻ്റെ തർക്കങ്ങൾ നല്ല ഉണ്ടായിരുന്നു. രമ്യ ചോദിച്ച ചോദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു. കോടതികൾ, അടിപിടി, കച്ചറ, ഒക്കെ ഭയങ്കരമായിട്ട് അവരെ കൂട്ടുമ്പോൾ അവർക്ക് എത്ര ഈ പെർസെൻറ്റേജൊക്കെ നോക്കുമ്പോൾ. പക്ഷെ ആ കാലഘട്ടമൊക്കെ നമ്മൾ മറന്നു. അതൊക്കെ അങ്ങനെ തരണം ചെയ്തിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനല്ലേ കാണിച്ചെന്നത്, നീ എന്നെ കൂട്ടിയത്, ഞാനല്ലേ ആളത്ത് കൊണ്ടുപോയത് എന്ന് ഭയങ്കരമായിട്ട് രമ്യ പറഞ്ഞ മാതിരി ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നമായിരുന്നു. മധ്യസ്ഥന്മാരും പഞ്ചായത്ത് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുപാട് മദ്യം പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മളൊരു സിസ്റ്റം വെക്കും. ഇപ്പൊ ഇന്ന ഡീൽ ആര് കാണിച്ചു തന്നു,
അപ്പോൾ ഞാൻ ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ഡീൽ നടത്തി. ആ ഡീലിൽ ആരൊക്കെയാണ് ബ്രോക്കേഴ്സ്, മീഡിയേഷൻ, ഇന്നാൾ അത് എഴുതി അടിയിൽ സൈൻ ചെയ്തിട്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു. അത് എല്ലാവരും പാലിക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ബന്ധങ്ങൾ നഷ്ടപ്പെടും, പ്രശ്നങ്ങളാവും. ഓരോരുത്തർ അത് എനിക്ക് അന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇപ്പം തന്നെ മംഗലാപുരത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അയാൾ എനിക്ക് 2 കൊല്ലം മുമ്പ് കാണിച്ചു തന്നൊരു ഡീലിപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് 2 കൊല്ലം മുമ്പ് കാണിച്ചു തന്നാലേ. സത്യത്തിലെല്ലാം ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി കണക്ട് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടണം. ഇതാണ് ചെറിയ പണി. രമ്യ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ ഞാൻ പിന്നെ ഒരാളെ കാറിൽ കയറ്റി എൻ്റെ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ നീ ഒന്ന് കയറിക്കടാന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ അയാൾക്കും കിട്ടും ഒരു ഷെയർ. അപ്പോൾ ഇത് വെറുതെ കിട്ടുന്നില്ല, ഇത് ഭയങ്കര അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അവർ വിചാരിക്കും ഈ റിയൽ എസ്റ്റേറ്റിന് അങ്ങനെ പണിയുള്ളൂ. അവന് അതാ നമുക്ക് 5 ലക്ഷം കിട്ടിയില്ലേ, ഒരു 50,000. എന്താ 50,000 എന്തിനാ, വെറുതെ നീ വന്നാൽ അവിടെ വെച്ചടാ എന്ന് പറയുമ്പോൾ പിന്നെ ഇവൻ കടന്ന് ബ്രോക്കറാകുവാണ്. ഞാനത് കാണിച്ചാൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ രമ്യ പറഞ്ഞവർ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുമ്പോൾ ഒരു ഹരാണ്. അതിനൊരു രസം പറഞ്ഞറിയില്ല. ഞാൻ 2002-03 ആണെന്നറിയില്ല, എൻ്റെ ഓഫീസിട്ട സമയത്ത് അവിടെ ഞാൻ ചോറ് കഴിക്കാൻ പോകും. അപ്പോൾ ഒരു ചോറിട്ട് ഷർട്ടൊന്നും ഇടാതെ ഒരാൾ ചോറിട്ട് വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ചോറ് കഴിക്കാറ്. അയാൾ ഒരു ദിവസം പറഞ്ഞു, ഒരു പശുവൊക്കെ ഉള്ള ഒരാളുണ്ട് അവിടെ, കുറേ പശുവില്ല ആൾ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ട്, ആൾക്ക് അവിടെ ഒരു സ്ഥലം കൊടുക്കാണ്ട്, ഇക്കാ ഒന്ന് വന്നു നോക്കുമെന്ന് വെച്ച് അയാളൊരു 3-4 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പോയി. ഇപ്പോൾ ഒരു നല്ല സ്ഥലമായിരുന്നു, ഒരു കോളേജിനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു. ഞാൻ അവരൊന്ന് പോയി കച്ചവടാക്കി. ഈ ചോറ് വിളമ്പി തന്ന ആൾക്ക് അന്ന് 1.5 ലക്ഷം ഉറുപ്പിയിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അയാൾ അറിയില്ല ഈ സംഭവം. ഞാനവിടെ പോയതൊന്നും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ആളെ കണ്ട ഒരു ഭയങ്കര സംഭവം. അയാൾക്കൊരു 1.5 ലക്ഷം ഉറുപ്പിക കിട്ടിയപ്പോഴേ ഭയങ്കര സംഭവമായിരുന്നു അയാൾക്കന്ന്. പിന്നെ അയാൾ വന്നിട്ട് ഓരോന്ന് പറഞ്ഞു തരും എനിക്ക്. അയാളിപ്പോൾ വലിയ ബ്രോക്കറാ. ഇപ്പോൾ അയാളെ കണ്ടിട്ട് കുറേ കാലമായിപ്പോൾ. അങ്ങനെയൊക്കെ കുറേ പെട്ടെന്ന് പൈസ കിട്ടുമ്പോഴേ നമ്മളൊക്കെ അങ്ങനെ തന്നെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെ കയ്യിലേക്ക് കൂടുതൽ ഒരാൾ പോകുമ്പോൾ ഒരു കച്ചവടം ചെയ്തപ്പോൾ 2,000 രൂപ തന്നതാണ് നമ്മളീ ഒരു തുടക്കമൊക്കെ. ഓരോരുത്തരും ചെറുതായിട്ടല്ലല്ലോ വലുതായതല്ലേ. നമ്മൾ എപ്പോഴും നമ്മൾ ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചാൽ അതിനൊരു പ്രശ്നമല്ല. പിന്നെ കുറച്ച് എളിമയും കൈ കൊണ്ടുവന്നാൽ സുഖത്തിൽ നടക്കാം.